കഴിഞ്ഞ ദിവസം ഒരു 6-7 വർഷങ്ങൾക്ക് മുമ്പ് ഫാം ഡി എന്ന് പറഞ്ഞൊരു കോഴ്സ് പഠിക്കാൻ പോയ ഒരു കുട്ടിയെ കഴിഞ്ഞ ദിവസം കണ്ടു. ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു, മോളിപ്പോൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി പഠിച്ചു കഴിഞ്ഞിട്ട് ഇപ്പോൾ 1 കൊല്ലമായി. യാതൊരു ജോലിയായിട്ടില്ല, വീട്ടിലിരിക്കുകയാണ്. മാനസികമായ വലിയ ഡിപ്രഷനുണ്ട്, ഭയങ്കരമായ ആകുലതകളുണ്ട്, ഭയങ്കര പേടിയുണ്ട്, വലിയ നഷ്ടബോധമുണ്ട്. വളരെ വളരെ നിരാശ തോന്നി. കാരണം ഒരുവിധം പഠിക്കാനൊക്കെ കഴിവുള്ളൊരു കുട്ടിയായിരുന്നു. പക്ഷെ ആ കുട്ടി പഠിക്കാൻ പോയ കോഴ്സ്, ആ കോഴ്സിൽ നിന്ന് ആ കുട്ടിക്ക് കിട്ടിയ ഒരു ഔട്ട്പുട്ട് എല്ലാം ഒരു നിരാശയുടെ അവസ്ഥയിലാണെന്ന്. ഇങ്ങനെയുള്ള ധാരാളം കുട്ടികളെ ദൈനംദിനമായിട്ട് കാണുന്നുണ്ട്. നമ്മളിപ്പോൾ +2-ൻ്റെ പരീക്ഷയൊക്കെ കഴിഞ്ഞു, ഓരോരുത്തരും കോഴ്സൊക്കെ സെലക്ട് ചെയ്യേണ്ട സമയമാണ്. പലരും നമുക്ക് പലതരത്തിലുള്ള ഐഡിയാസും തരും. അതിൻ്റെയൊക്കെ പുറകിൽ പല കാരണങ്ങളും കാണും. എന്തായാലും നിങ്ങൾ ഈ ഇവിടെ നടക്കുന്ന വിദ്യാഭ്യാസ തട്ടിപ്പിൻ്റെ ഇരയാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളൊരു കോളേജിൽ പോയി കെമിസ്ട്രിയോ ഫിസിക്സോ ബയോളജിയോ എക്കണോമിക്സോ ഒക്കെ പഠിക്കുകയാണെങ്കിൽ അതിന് വലിയ ചിലവൊന്നുമില്ല. ഒന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ഒന്നും നഷ്ടപ്പെടുന്നില്ല. ഇതതുപോലെയല്ല. വലിയ വലിയ കൂടിയ കോഴ്സുകൾക്ക് പോവാം, എന്നിട്ട് ആ കൂടിയ കോഴ്സിൻ്റെ പുറകിൽ കണ്ടമാനം പണം കൊണ്ട് എറിഞ്ഞ് അവസാനം ആ കോഴ്സിൻ്റെ സർട്ടിഫിക്കറ്റുമായിട്ട് വന്നിട്ട് ഒന്നും കിട്ടാതെ ഇരിക്കുക. അതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ നിരാശ പലർക്കും ഉണ്ടാകുന്നത്. നേരെ മറിച്ച് കോളേജുകളിലൊക്കെ പോയി സാധാരണ ഒരു ഡിഗ്രി ചെയ്യുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു നഷ്ടമെന്ന് അവർക്ക് പറയാവുന്ന 3 കൊല്ലം പഠിക്കാൻ പോയി എന്ന് മാത്രമേ ഉള്ള നഷ്ടമേ ഉള്ളൂ. ഇതങ്ങനെയല്ല. പണനഷ്ടം, പിന്നെ സമയനഷ്ടം, അതിലേറെ ഏറ്റവും വലിയ കുഴപ്പമെന്ന് പറയുന്നത് അവരുടെ ആത്മവിശ്വാസവും ആത്മാഭിമാനവും എല്ലാം നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. ഭാവി തന്നെ നഷ്ടപ്പെടുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ കാര്യത്തിലൊക്കെ കുറച്ചുകൂടെ ഗൗരവമായ ചിന്തകളും ചർച്ചകളും ഒക്കെ നടത്തി, പറ്റുമെങ്കിൽ നല്ല എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാരുമായിട്ടൊക്കെ സംസാരിച്ചും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയൊക്കെ ചെയ്തിട്ട് കരിയറിൻ്റെ തീരുമാനങ്ങൾ എടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. നല്ല കരിയർ തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചിന്തിക്കണം, അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ സംസാരിക്കുന്നത്. ഒരു കരിയർ കൗൺസിലർ എന്ന നിലയിലാണ് ആദ്യമൊക്കെ ഈ രംഗത്ത് ഞാൻ വന്നതും പ്രവർത്തിച്ചതും ഒക്കെ. പക്ഷെ എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് പേരൻറ്റിങ്ങിലും ഫാമിലി പോലുള്ള കാര്യങ്ങളിലൊക്കെ കൂടുതൽ താല്പര്യമെടുത്തത് ഈ സമൂഹത്തിലെ പല അവസ്ഥകളും കണ്ടിട്ടാണ്. അല്ലെങ്കിൽ തന്നെ ഒരു നല്ല കരിയറുള്ള കുട്ടികളെയൊക്കെ രൂപപ്പെടുത്തി എടുക്കണമെങ്കിൽ അവർ വളർന്നു വരുന്ന സാഹചര്യങ്ങൾ മെച്ചമായിരിക്കണം, കുടുംബം മെച്ചമായിരിക്കണം, വിദ്യാഭ്യാസം മെച്ചമായിരിക്കണം, അവരുടെ വ്യക്തിത്വ വികസനവും അവരുടെ നൈപുണ്യ വികസനവും ഒക്കെ മെച്ചമായിരിക്കണം. അതുകൊണ്ട് കുറച്ചുകൂടെ താഴോട്ടിറങ്ങി അത്തരം കാര്യങ്ങളിലൊക്കെ സജീവമായി പ്രവർത്തിക്കുകയായിരുന്നു ഈ കാലങ്ങളിലൊക്കെ. പക്ഷെ എന്നാലും എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മേഖലയിൽ ഒരു കൂടുതൽ ചോദ്യങ്ങളും കൂടുതൽ ആൾക്കാരുടെ ഇടപെടലും ഒക്കെ ആവശ്യം വരുന്നൊരു സമയമാണിപ്പോൾ. പ്രത്യേകിച്ച് എല്ലാവരും കുട്ടികളൊക്കെ +2 കഴിഞ്ഞു, 10ാം ക്ലാസ് കഴിഞ്ഞു, ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യം മുമ്പിൽ നിൽക്കുമ്പോൾ അത്തരം വീഡിയോസിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് കൂടുതലായതുകൊണ്ട് ബാക്ക് ടു ബാക്ക് കരിയറുമായിട്ടുള്ള വീഡിയോസ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ കുറേ ട്രെൻഡായിട്ട് കുറേ കോഴ്സുകളൊക്കെ പഠിക്കാനായിട്ട് കുട്ടികളിങ്ങനെ പോവുകയാണ്. അവർക്ക് കോഴ്സ് പഠിക്കുന്നത് അവരുടെ ഒരു കഴിവ് എവിടെയാണ്, അവരുടെ ഒരു ടാലൻ്റ് എവിടെയാണെന്നൊക്കെ മനസ്സിലാക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ശരിയായ രീതിയിൽ എന്തിനൊക്കെയാണ് ഇനി സാധ്യതകളുള്ളതെന്നൊക്കെ വിശകലനം ചെയ്യാതെയുമൊക്കെ പലപ്പോഴും ഒരു ആവേശത്തിൽ വൈകാരികമായിട്ടാണ് പലരും കോഴ്സുകളൊക്കെ തിരഞ്ഞെടുക്കുന്നത്. ഇപ്പോൾ തന്നെ ഈ ഫോറൻസിക് സയൻസ്, ഡേറ്റാ സയൻസ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, സൈക്കോളജി, സൈബർ സെക്യൂരിറ്റി, ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ കോഴ്സുകളുമൊക്കെ ആയിട്ട് കുട്ടികളങ്ങ് ഇറങ്ങിത്തിരിക്കും. +2 കഴിഞ്ഞാൽ ഉടനെ നേരെ അങ്ങ് ഇറങ്ങുകയാണ്. അവരുടെയൊക്കെ വിചാരം ഈ +2 കഴിഞ്ഞ് ഇത്തരം കോഴ്സുകളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിലൊരു എക്സ്പേർട്ടാകും, മാസ്റ്ററാകും, പിന്നെ ലക്ഷങ്ങളുടെ ശമ്പളം വാങ്ങിക്കാം. ഈ പാവം കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെയുള്ള കോഴ്സിനൊക്കെ പോയിട്ട് അവസാനം ഒരു ജോലിയും കിട്ടാതെ വളരെ നിരാശരായി പലയിടത്തും കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഞാൻ കാണുന്ന ഒരവസ്ഥയാണ്. ഒരു ജോലി അവർക്ക് പലയിടത്തും കിട്ടുന്നില്ല. അത് കഴിയുമ്പോൾ ഇതിന് മാസ്റ്റേഴ്സിന് പോകണം. അതാണ് അടുത്ത പ്രശ്നം. കാരണം ജോലി കിട്ടാതെ വരുമ്പോഴത്തേക്ക് ചിലർക്ക് അതൊന്നും പോകാനുള്ള കഴിവ് സാമ്പത്തികമായി കാണില്ല, ചിലർക്ക് അതിനുള്ള പഠിക്കാനുള്ള മനസ്സും ഊർജ്ജമൊക്കെ അന്നേരം തന്നെ നഷ്ടപ്പെട്ടിരിക്കും. ഇനി മാസ്റ്റേഴ്സ് കഴിഞ്ഞാലും അത് നേരെ അല്ല പഠിക്കുന്നത്, നല്ല ഇൻസ്റ്റിറ്റ്യൂഷനല്ല പഠിക്കുന്നതെങ്കിൽ വീണ്ടും നമ്മൾ തൊഴിലെഴുതാനാകുകയാണ്. അതുകൊണ്ട് ഈ നമ്മൾ ഇന്നത്തെ കാലത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ വൈകാരികമായി കരിയറിനെ സമീപിക്കുന്നത് നിർത്തണം. അപ്പനും അമ്മയുടെയൊക്കെ കയ്യിൽ പൈസ ഉണ്ട് എന്നുള്ളൊരൊറ്റ കാര്യം കൊണ്ട് എനിക്ക് എന്തു വാങ്ങിക്കളയാമെന്ന് വിചാരിക്കുന്ന ഒരു ധാർഷ്ട്യമാണ്, ഒരു അഹങ്കാരമാണ്. അങ്ങനെയല്ല. നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന ഒരു സ്റ്റേറ്റ് എന്താണ്? ഞാൻ +2 വരെ പഠിച്ചു, എനിക്ക് ആ പഠിച്ചതിൽ വിദ്യാഭ്യാസപരമായി എനിക്കൊരു കഴിവുണ്ടോ,
അല്ലെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം ഡേറ്റാ സയൻസ് പഠിക്കണം. ഒരു സയൻസ് തന്നെ പഠിക്കാനുള്ള ഒരു ബേസിക് സയൻസിൽ തന്നെ ഞാൻ എവിടെയാണ് നിൽക്കുന്നത്? കാരണം ഇതൊക്കെ ഒരു സയൻസാണ്, ഇതിൻ്റെയൊക്കെ പുറകിലൊരു സയൻസ് ഉണ്ട്. ഇപ്പോൾ ശാസ്ത്രം പഠിക്കാൻ കഴിവുള്ളവർ, അതിൽ നിന്ന് ഉണ്ടാവേണ്ട കഴിവുകളാണ് ലോജിക്കൽ സ്കില്ല്, അനലിറ്റിക്കൽ സ്കില്ല്, റീസണിങ് സ്കില്ല്, ക്രിറ്റിക്കൽ തിങ്കിങ്, ഇതൊക്കെ ഉള്ളവരാണ് തുടർന്ന് സയൻസ് പഠിക്കേണ്ടത്. അല്ലാതെ ഏതെങ്കിലും ഒരു കോഴ്സ് പഠിച്ചതുകൊണ്ട് നമ്മൾ ഒന്നും ആകുന്നില്ല. ഇപ്പോൾ ചിലരൊക്കെ പറയുന്നത് ഇവിടെ പഠിക്കുന്നതുകൊണ്ടാണ് കുഴപ്പം, വിദേശി എന്നാൽ ഒരു കുഴപ്പമില്ല. വിദേശി എന്നിട്ട് എന്ത് പണിയാണ് അവർക്ക് കിട്ടുന്നത്? ഇത്തരം കുറേ കോഴ്സുകളൊക്കെ വിദേശി എന്ന് പഠിച്ചവരും അവസാനം ബാത്റൂം കഴുകാനും അല്ലെങ്കിൽ പിന്നെ ഫുഡ് ഡെലിവറി നടത്താനും ഒക്കെയാണ് പോകുന്നത്. നല്ല ജോലി കിട്ടണമെങ്കിൽ വിദേശ രാജ്യത്തും അനലിറ്റിക്കൽ സ്കില്ല് വേണം, റീസണിങ് സ്കില്ല് വേണം, ലോജിക്കൽ സ്കില്ല് വേണം. ഇതൊന്നും ഇല്ലാതെ നമ്മൾ ഒരു സെലക്ഷൻ റൗണ്ടിലും കടന്ന് കയറത്തില്ല. എല്ലായിടത്തും നല്ല ജോലിയിലേക്ക് പ്രവേശിക്കുന്നതിന് ഇൻ്റലക്ച്വലായിട്ടുള്ള വലിയ കഴിവുകൾ ആവശ്യമാണ്. അപ്പോൾ നമുക്ക് ഇത്തരം വലിയ വലിയ കോഴ്സുകളൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ വെറും വൈകാരികമായി എൻ്റെ പപ്പായ്ക്ക് പൈസയുണ്ട്, അല്ലെങ്കിൽ മാതാപിതാക്കൾ ഞങ്ങൾക്ക് പൈസയുണ്ട്, മോൻ പോയി ധൈര്യമായി പഠിച്ചോ എന്നൊക്കെയുള്ള ഒരു രീതിയിൽ പഠിക്കാൻ പോകുന്നത് ഒരു ഗുണമില്ല. ഇത് ഞാൻ പറയാൻ കാരണം എന്നാണെന്ന് ചോദിച്ചാൽ, പഠിക്കണമെങ്കിൽ അതിന് സീരിയസ് ആയിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ ഇത്തരം മേഖലകളിലൊക്കെ നമുക്ക് ജോലി കിട്ടുകയുള്ളൂ. പിന്നെ പ്രധാനമായിട്ട് കരിയർ രംഗത്തുള്ള ആൾക്കാരുടെ എല്ലാം പൊതുവായ ഈ കാര്യത്തിലുള്ള ഒരു നിർദ്ദേശം, അത് ഞാൻ വീണ്ടും എടുത്തു പറയുകയാണ്, ഇതൊന്നും ഒരു +2 കഴിഞ്ഞ് നേരെ ഒരു ഗ്രാജുവേഷൻ പ്രോഗ്രാമിൽ പഠിക്കാൻ കൊള്ളുന്ന കോഴ്സുകളല്ല. ഫോർ എക്സാമ്പിൾ ഡേറ്റാ സയൻസിന് നമുക്ക് വേണ്ടത് നല്ല കമ്പ്യൂട്ടർ സ്കില്ലും അതുപോലെ തന്നെ മാത്തമാറ്റിക്കൽ സ്കില്ലുമാണ്. ഇത് കിട്ടാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു ഗ്രാജുവേഷൻ പ്രോഗ്രാം എടുത്ത് പഠിച്ചിട്ട് വേണം ഈ ഡേറ്റാ സയൻസിലൊക്കെ തുടർന്ന് പഠിക്കാം. ഇല്ലെങ്കിൽ ആ ഗ്രാജുവേഷൻ പ്രോഗ്രാം പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ കോഡിങ്ങും മറ്റും പഠിച്ച ഡേറ്റാ സയൻസും ഒക്കെ പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരുപാട് ആഡ് ഓൺ കോഴ്സുകളൊക്കെ ഇന്ന് ഗ്രാജുവേഷൻ്റെ കൂടെ തന്നെ പഠിക്കാം. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഇപ്പോൾ ബാംഗ്ലൂരിലൊക്കെയുള്ള പല കോളേജുകളിലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നും പറഞ്ഞ് ചുമ്മാ ഏതെങ്കിലും ഒരു ഡിഗ്രിയുടെ കൂടെ എഴുതി വെച്ചിട്ട് കുട്ടികളെ പറ്റിക്കുകയാണ്. ഒരു സാധാരണ കോഴ്സിൻ്റെ കൂടെ ഇതിങ്ങനെ എഴുതി വെച്ചാലൊന്നും അതാവില്ല. ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ നിങ്ങളൊരു സയൻസിൽ ഏതെങ്കിലും മാത്സിലോ കമ്പ്യൂട്ടർ സയൻസിലോ ഒക്കെ ഒരു ഗ്രാജുവേഷൻ ചെയ്തിട്ട് പോവുക. ഫോറൻസിക് സയൻസ് ഒക്കെ പഠിക്കേണ്ട കുട്ടികൾ ആദ്യം സയൻസിൽ ഇപ്പോൾ സുവോളജിയോ കെമിസ്ട്രിയോ ഫിസിക്സോ ഒക്കെ എടുത്ത് പഠിച്ചിട്ട് പിന്നാണ് അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടത്. ഇപ്പോൾ സൈക്കോളജി നമ്മൾ നേരിട്ട് ഇപ്പോൾ സൈക്കോളജിസ്റ്റൊക്കെ ആവണമെങ്കിൽ തീർച്ചയായിട്ടും നേരിട്ട് സൈക്കോളജി പഠിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. പക്ഷേ എല്ലാ കുട്ടികൾക്കും ചേരുന്നൊരു ഫീൽഡല്ല സൈക്കോളജി. ഇനി സൈക്കോളജി പഠിക്കാൻ പോകുമ്പോൾ തന്നെ ഇത് കഴിഞ്ഞ് എങ്ങനെയാണ് അതിനെ കരിയർ പ്ലാൻ ചെയ്യുന്നത്, ഏത് മേഖലയിലേക്കൊക്കെയാണ് പോകേണ്ടത്? സൈക്കോളജി എന്ന് പറയുന്ന ഒരുപാട് ഫീൽഡുകളുണ്ട്. ഇതിലെവിടെയാണ് പോകേണ്ടത്? ഞാനൊരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ആകാനാണോ, അതോ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആകാനാണോ പോകുന്നത്, അതോ ഇനി അല്ലെങ്കിൽ ഇതിൻ്റെ ഏതെങ്കിലും ആപ്ലിക്കേഷൻ മേഖലയിൽ ഇൻഡസ്ട്രിയൽ സൈക്കോളജിയിലോ ഓർഗനൈസേഷണൽ ബിഹേവിയർ ഇങ്ങനെയൊക്കെയുള്ള മേഖലയിലാണോ പോകുന്നത്? എന്താണ് ഞാൻ ഈ സൈക്കോളജി കൊണ്ട് ഉപയോഗിക്കാൻ പോകുന്നത്? ആ സൈക്കോളജി അതോ ഒരു ഗ്രാജുവേഷൻ പോലെ സൈക്കോളജി പഠിച്ചിട്ട് സിവിൽ സർവീസോ അങ്ങനെയൊക്കെയുള്ള പരീക്ഷ എഴുതാനാണോ പോകുന്നത്? അപ്പോൾ നമുക്കൊരു കരിയർ പ്ലാനിങ് വേണം. ഒരു പ്ലാനിങ്ങും ഇല്ല, നമ്മൾ നേരെ അങ്ങ് പോവാണ്. ഇത്തരത്തിലുള്ള പിന്നെ കുറേ ദുരഭിമാനം, പൊങ്ങച്ചം, ആൾക്കാരോടൊക്കെ ഒരു വലിയ കോഴ്സൊക്കെ പറഞ്ഞില്ലെങ്കിൽ നാട്ടുകാരെയൊക്കെ ഒന്ന് ഞെട്ടിപ്പിച്ചില്ലെങ്കിൽ ഒരു സന്തോഷമില്ല. ഇതിനൊന്നും അല്ല, ഇതൊരു ഓട്ടമത്സരമൊന്നുമല്ല, നമ്മൾ ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ ഒരു കുട്ടി കെമിസ്ട്രി എടുത്ത് പഠിക്കാൻ പോയി, ഒരു സാധാരണക്കാർക്ക് ചിലപ്പോൾ കെമിസ്ട്രിയുടെ റിലവൻസ് എന്താണെന്ന് മനസ്സിലാവില്ല. അത് മനസ്സിലാക്കി കൊടുക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ പിന്നെ മേരി ക്യൂറി ഫൗണ്ടേഷൻ്റെ സ്കോളർഷിപ്പ് വാങ്ങിച്ച് ജർമ്മനിയിലേക്ക് 2.5 കോടി രൂപയുടെ സ്കോളർഷിപ്പ് വാങ്ങിച്ച് ജർമ്മനിയിലേക്ക് പോകുന്നത് ഈ കെമിസ്ട്രി പഠിക്കാൻ പോയൊരു കുട്ടിയാണ്. ആ കുട്ടിക്കറിയാം, ആ കുട്ടിയുടെ പേരൻസിന് അതിനെപ്പറ്റി നല്ല ബോധ്യമുണ്ട്, ആ കുട്ടിക്ക് എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ബോധ്യമുണ്ട്. പിന്നെ ആരെയാണ് നമ്മളിതൊക്കെ ബോധിപ്പിക്കാനായിട്ട് പോകുന്നത്? അറിയാൻ വയ്യാത്തവരോട് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവർക്കാകെ അറിയാവുന്ന എഞ്ചിനീയർ, ഡോക്ടർ ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അതാരുടെയും കുറ്റമല്ല. ഞാനൊരു നല്ല എക്സാമ്പിൾ പറയാം. ഒരു കുട്ടിയെ നോർത്ത് ഇന്ത്യയിലുള്ള ഒരു വലിയ യൂണിവേഴ്സിറ്റിയിൽ, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിൽ ലക്ഷങ്ങൾ കൊടുത്തിട്ടാണ് ഫോറൻസിക് സയൻസിൻ്റെ ഒരു കോഴ്സ് പഠിക്കാൻ വിട്ടത്. തിരിച്ചു വന്നപ്പോൾ ഒരു ജോലിയും കിട്ടുന്നില്ല. അപ്പോൾ ഫ്രസ്ട്രേറ്റഡായി. ആ ഫ്രസ്ട്രേഷൻ വീണ്ടും മുതലെടുക്കുകയാണ് ആൾക്കാർ. ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാം, അതുമായി ബന്ധപ്പെട്ട വേറൊരു സ്പെഷ്യലൈസേഷനിൽ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാം വീണ്ടും ലക്ഷങ്ങൾ മുടക്കി പോവാണ്. അതും കഴിഞ്ഞ് വന്നിട്ടും ജോലി കിട്ടുന്നില്ല. അപ്പോൾ പിന്നെ ഈ നാട്ടുകാരെ സന്തോഷിപ്പിക്കാനായിട്ട് മോനെ IAS അക്കാഡമിയിലോട്ട് വിട്ടു. അവസാനം IAS അക്കാഡമിയിൽ പോയി കുറേ കാലം ഇപ്പോൾ 2-3 കൊല്ലം അതിനകത്തിരുന്ന് പഠിച്ചു. അവസാനം മാനസിക രോഗിയായി മാറി. ഇതാണ് ഔട്ട്കം. ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട ഗതികേടിലേക്ക് കാര്യങ്ങൾ വന്നു.
അപ്പോൾ നമ്മൾ പഠിക്കാനൊക്കെ പോകുമ്പോൾ നമുക്കൊരു നല്ല പ്ലാനിങ്, എല്ലാ കുട്ടികൾക്കും സയൻസ് ഒന്നും പഠിക്കാൻ പറ്റിയെന്ന് വരില്ല, എല്ലാ കുട്ടികൾക്കും മാത്തമാറ്റിക്കൽ സ്കില്ല് കാണില്ല, ചില ഫീൽഡുകളിലൊക്കെ മാത്തമാറ്റിക്സ് വളരെയധികം വേണ്ടതാണ്. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തുടർന്നുള്ള അതുപോലെ റിപ്പീറ്റ് ചെയ്യാൻ പോകുന്ന കുട്ടികളുണ്ട്, എൻട്രൻസ് ഒക്കെ റിപ്പീറ്റ് ചെയ്യാൻ പോകുന്ന കുട്ടികൾ, ഇനി കാലിബർ ഉണ്ടോ? ഇപ്പം തന്നെ ഒരു എക്സലൻറ്റ് സ്റ്റുഡൻ്റ് ആണ്, റാങ്ക് കുറവാണ്, കുഴപ്പമില്ല, വീണ്ടും നമ്മൾ ഒന്നുകൂടെ വർക്ക് ചെയ്താൽ നമുക്ക് ഒരു എക്സലൻസിലേക്ക് വരാൻ പറ്റും. പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിലേ അതിന് സാധ്യതയുള്ളൂ, അല്ല കാണാ പഠിച്ചു നമുക്ക് എൻട്രൻസ് പരീക്ഷയിലൊന്നും വലിയ മാർക്ക് വാങ്ങിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് കോൺസെപ്റ്റുവൽ ക്ലാരിറ്റി ഉണ്ടോ, നല്ല ഇൻ്റലിജൻസ് ഉണ്ടോ, പഠിച്ചാൽ അത് ഔട്ട്പുട്ട് കൊണ്ടുവരാൻ പറ്റുമെന്നുള്ള ഭയങ്കര കോൺഫിഡൻസ് ഉണ്ടോ, നിങ്ങളൊരു വർഷം കൂടെ കളഞ്ഞോ കുഴപ്പമില്ല. അല്ലാതെ ഇവിടെ കുറേ എൻട്രൻസ് കച്ചവടങ്ങൾ കൂടി, അപ്പോൾ എല്ലാവർക്കും കുറേ റവന്യൂ കിട്ടണമെങ്കിൽ ഈ നാട്ടിൽ ജനിക്കുന്ന എല്ലാ പിള്ളേരെയും പിടിച്ച് ഡോക്ടറും എഞ്ചിനീയറും ആക്കേണ്ട ഒരു ഗതികേട്, അതൊരു ചന്തയുടെ പ്രശ്നമാണ്. അത് ഇവിടുത്തെ ചന്തയുടെ മാത്രം രോഗമാണ്, അത് നിങ്ങളുടെ പ്രശ്നമല്ല. നിങ്ങൾ അതിനകത്ത് പോയി ഇരയായി വീഴേണ്ട കാര്യമില്ല. നമ്മൾ ആലോചിക്കേണ്ടത് ഒരു 10, 500, 1000 പേരെ ഡോക്ടറും എഞ്ചിനീയറും ആക്കാനായിട്ട് ഇവിടെ ലക്ഷക്കണക്കിന് കുട്ടികളെയാണ് ഇതിനകത്തൊക്കെ കൊണ്ടിട്ട് നശിപ്പിച്ച് ഫസ്ട്രേറ്റഡ് ആക്കി എടുത്ത് കരിയാപ്പല പോലെ വലിച്ചെറിയുന്നത്. എത്ര ലക്ഷം രൂപയാണ് ഇവരുടെയൊക്കെ നഷ്ടപ്പെടുന്നത്, എന്തു വേണ്ടി സമയമാണ് നഷ്ടപ്പെടുന്നത്. അത് മാത്രമാണ് അവരുടെ ആത്മവിശ്വാസവും ആത്മാഭിമാനവും എല്ലാം ഡ്രെയിൻ ഔട്ട് ചെയ്ത് ഇവരെ കൊണ്ട് വലിച്ചെറിയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാവരും ഒന്നും ഇതിൻ്റെ പുറകിന് പോകണ്ട. നമ്മുടെ മക്കളെയൊക്കെ കാണുമ്പോൾ അറിയാമല്ലോ, സത്യസന്ധമായിട്ട് നമ്മുടെ പിള്ളേരെ നോക്കിയാൽ അറിയാമല്ലോ. അവരെ ഇപ്പോൾ 10ാം ക്ലാസ്സിൽ വരെ പഠിച്ചു, ഏത് ലെവലിലാണ് അവർ നിൽക്കുന്നത്. 10ാം ക്ലാസ്സിലൊക്കെ സയൻസും കണക്കും പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളെ പിന്നെ അത് എടുത്ത് പഠിപ്പിച്ചിട്ട് കാര്യമില്ല. നേഴ്സിംഗ് ആണ്, എല്ലാവരും കൂടി ഇനി നേഴ്സൊന്നും ആയിട്ട് കാര്യമില്ല. നേഴ്സാകുന്ന കുട്ടികൾ വളരെ മിടുക്കരായ ബ്രില്യൻ്റായ കുട്ടികളാണെങ്കിൽ വിദേശ രാജ്യത്തൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലിയെ കിട്ടുള്ളൂ. കാരണം ഈ നേഴ്സിങ്ങിൻ്റെ സപ്ലൈ അങ്ങോട്ട് കൂടുകയാണ്, എല്ലായിടത്തും ഒരുപാട് നേഴ്സിംഗ് കോളേജുകളൊക്കെ വരികയാണ്. അപ്പോൾ സപ്ലൈ കൂടുമ്പോൾ അതിനനുസരിച്ച് ഡിമാൻഡ് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, ഡിമാൻഡ് ഉണ്ട്. ആർക്കാണ്? ഇപ്പോൾ അമേരിക്കയിലെ ഒരു നേഴ്സാണ്, നിങ്ങൾ വളരെ കോമ്പറ്റീറ്റീവായിട്ടുള്ള എക്സാം എഴുതിയാലേ അമേരിക്കയിലെ ഒരു നേഴ്സാകാൻ പറ്റും. ഓസ്ട്രേലിയയിലെ ഒരു നേഴ്സാണെങ്കിൽ നിങ്ങൾ അതുപോലെ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ എത്താൻ പറ്റും. നല്ല നല്ല ഹോസ്പിറ്റലുകളിലും നല്ല നല്ല ജോലിയിലുമൊക്കെ നിങ്ങൾക്ക് എത്തണമെങ്കിൽ നിങ്ങൾ നല്ല കാലിബറുള്ള കുട്ടികളായിരിക്കണം. ഒരു മെഡിസിൻ പഠിക്കാനുള്ള കാലിബറുള്ള കുട്ടിയാണ് നഴ്സിങ്ങിന് പോകേണ്ടതെന്ന് പറയും. അപ്പോൾ അങ്ങനെയുള്ളൊരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എല്ലാവരെയും എല്ലാം ആക്കാൻ ശ്രമിക്കാതെ ഇപ്പോൾ ഒരു ബ്യൂട്ടീഷ്യനായാലും കുഴപ്പമില്ല, ഒരു ഹെയർ സ്റ്റൈലിസ്റ്റ് ആയാലും കുഴപ്പമില്ല, ഒരു ഫാഷൻ ഡിസൈനർ ആയാലും ഒരു കുട്ടി ജീവിച്ചു പോകും, ഒരു കമ്പ്യൂട്ടറിലെ ഒരു ലോവർ ലെവലിലുള്ള ആപ്ലിക്കേഷൻ ലെവലിലൊക്കെ ഒരു കുട്ടി ജീവിച്ചു പോയി. എന്ത് ചെയ്തും കുട്ടികൾക്ക് ജീവിക്കാം. എല്ലാവരെയും പിടിച്ചതുപോലുള്ള വലിയ വലിയ കോഴ്സൊക്കെ കൊണ്ടുപോയാലുള്ള കുഴപ്പം അവർക്ക് അതിനകത്ത് നിലനിൽക്കാൻ പറ്റിയില്ലെങ്കിൽ അവർ തകർന്നു. പിന്നെ ഒരു വലിയ തെറ്റ് ഞാൻ പല വീഡിയോയിലും ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ 500 വീഡിയോ കിടപ്പുണ്ടായി, ഈ വീഡിയോ ഒക്കെ പുറകോട്ട് പോയി കണ്ടാൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങളിലൊക്കെ ഒരു ക്ലാരിറ്റി കിട്ടും. എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, പലരും കുട്ടികളോട് പറയുന്നതാണ്, അവനൊന്ന് കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ചാൽ അവനതാകാൻ പറ്റും. ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്, അങ്ങനെ കഷ്ടപ്പെട്ട് പഠിച്ച് എന്തെങ്കിലുമൊക്കെ ആവുന്നവരാണ് അവസാനം ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെടുന്നത്. കാരണം നിങ്ങൾക്കൊരു കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ആ ഫീൽഡിൽ കാണത്തില്ല, നിങ്ങളുടെ ടാലൻ്റ് ആ ഫീൽഡിനെ മാച്ച് ചെയ്യുന്നതായിരിക്കത്തില്ല. പിന്നെ നിങ്ങൾ അങ്ങ് കഷ്ടപ്പെട്ട് എങ്ങനെയെങ്കിലുമൊക്കെ അതിനകത്ത് വലിഞ്ഞു കയറിയാൽ യു ആർ നോട്ട് ഗോയിങ് ടു എൻജോയ് ദറ്റ് ഫീൽഡ്. നമ്മൾ ഏത് ഫീൽഡിൽ വന്നാലും അത് എൻജോയ് ചെയ്യാൻ പറ്റണമെങ്കിൽ നമുക്കതിന് വേണ്ട നാച്ചുറലായിട്ടുള്ള കുറച്ച് ടാലൻ്റ് ഉണ്ടാവണം, കാലിബർ ഉണ്ടാവണം, അതിനുവേണ്ട സ്കിൽസ് ഉണ്ടാകണം, അതിന് പറ്റുന്ന ഒരു ആറ്റിറ്റ്യൂഡും പേഴ്സണാലിറ്റിയും ഒക്കെ ഉണ്ടാവണം. എല്ലാവരിലും ഉണ്ട് അങ്ങനെ എന്തൊക്കെയോ, പക്ഷേ അതെല്ലാം ഒന്നല്ലെന്ന് മാത്രം. കുട്ടികളെല്ലാം വളരെ യുണീക്കാണ്, കുട്ടികളെല്ലാം വളരെ വ്യത്യസ്തരായവരാണ്. അവരുടെ ഓരോരുത്തരുടെയും വ്യത്യസ്തതയെ കണ്ടെത്തി അതിൽ എക്സ്പേർട്ടാകാൻ ശ്രമിക്കുക. കരിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു എക്സ്പേർട്ടൈസാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു മേഖലയിൽ ഒരു എക്സ്പേർട്ടായി കഴിഞ്ഞാൽ ലോകം നിങ്ങളുടെ പുറകിന് വരും. നിങ്ങൾ ലോകത്തിൻ്റെ പുറകിനൊന്നും പോകണ്ട. ഞാനൊന്നും ആരുടെയും പുറകിന് പോകുന്നതല്ല, ഒരു കാര്യത്തിന് പോലും ആരോടും ഒരു ശുപാർശയും കൊടുക്കുകയോ ആരുടെയെങ്കിലും പുറകിന് നടക്കുകയോ ചെയ്യാറില്ല. ബിക്കോസ് ഐ ഹാവ് ആൻ എക്സ്പേർട്ടൈസ്, പീപ്പിൾ കം ടു മീ, അത്രയേ ഉള്ളൂ. അത് അവനവന് വേണ്ടതുപോലെ. ഇപ്പോൾ എനിക്ക് വേണ്ട ഒരു സ്കെയിലിൽ ഞാൻ ഓപ്പറേറ്റ് ചെയ്ത് ജീവിക്കുന്നു, അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ അടുത്തേക്ക് വരും. നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ എക്സ്പേർട്ടായേ, നിങ്ങൾക്കൊരു LLB എടുക്കാം. LLB എടുക്കുമ്പോൾ ഒരു കാര്യമുള്ളൂ, നിങ്ങൾ ഏതെങ്കിലും ഒരു ഫീൽഡിലെ ലോയിൽ നിങ്ങളൊരു എക്സ്പേർട്ടാകാനായിട്ട് ശ്രമിക്കുക. ഒരു കുഴപ്പമില്ല. നിങ്ങളൊരു ഭാഷ പഠിച്ചാൽ മതി, ആ ഭാഷയിൽ ഒരു എക്സ്പേർട്ടായി മാറാൻ ശ്രമിക്കുക. നിങ്ങളൊരു ജേർണലിസമോ അല്ലെങ്കിൽ മൾട്ടിമീഡിയയോ ഫോട്ടോഗ്രാഫിയോ എന്ത് വേണേൽ പഠിച്ചോ, അതിൽ നിങ്ങൾക്കൊരു എക്സ്പേർട്ടൈസ് ഉണ്ടോ, നിങ്ങൾക്ക് അതിനകത്തൊരു ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യാൻ അറിയാമോ, അവിടെ നിങ്ങൾക്കൊരു ഇന്നോവേഷൻ കൊണ്ടുവരാൻ അറിയാമോ. MBA പോലുള്ള MCA പോലുള്ള കോഴ്സുകളൊക്കെ പഠിക്കുന്ന കുട്ടികളുണ്ട്. സോഷ്യൽ വർക്ക് MSW പോലുള്ള കോഴ്സുകൾക്കൊക്കെ പോകുന്ന കുട്ടികളുണ്ട്. അതിലൊരു ടാലൻ്റ് ഉണ്ടോ നിങ്ങൾക്ക്? ഇപ്പോൾ റൂറൽ ഏരിയയിലൊക്കെ പോയി വർക്ക് ചെയ്യാനും അവിടെ ഒരു മാറ്റം വരുത്താനും നിങ്ങൾക്ക് കാലിബർ ഉണ്ടോ? നിങ്ങൾക്കൊരു സോഷ്യൽ പേഴ്സണാലിറ്റി ഉണ്ടോ? ഓരോ ഫീൽഡിനും വേണ്ട സ്കിൽസ് ഉണ്ട്.
അതില്ലെങ്കിൽ കാര്യമില്ല. ഓരോ ഫീൽഡിനും വേണ്ട ഒരു ഇൻ്റലിജൻസ് ലെവലുണ്ട്, ഓരോ ഫീൽഡിനും വേണ്ട ഒരു അക്കാഡമിക് എക്സലൻസ് ഉണ്ട്. ഇതൊക്കെ നേരത്തെ മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ ഇറങ്ങുന്നതെങ്കിൽ ആർക്കും ഇവിടെ ഒരു തരത്തിലും പരാജയം ഉണ്ടാവില്ല. അവിടെയാണ് കരിയർ ഗൈഡൻസ് എന്ന് പറയുന്ന ഒരു കാര്യത്തിൻ്റെ ഇമ്പോർട്ടൻസ്. കരിയർ ഗൈഡൻസ് എന്താണെന്ന് പോലും ഈ സമൂഹത്തിൽ അറിയില്ല. അതെന്തോ ഈ പിന്നെ ഏത് കോഴ്സ്, ഏത് കോളേജ്, ഇതല്ല കരിയർ ഗൈഡൻസ് എന്ന് പറയുന്നത്. ഒരു വ്യക്തിയെ, ഒരു കുട്ടിയെ, ഒരു കാൻഡിഡേറ്റിനെ ഒന്ന് അസസ് ചെയ്ത് ആ കുട്ടിക്ക് പറ്റാവുന്ന പോസിബിൾ ഓപ്പർച്യൂണിറ്റീസൊക്കെ കാണിച്ചു കൊടുക്കുകയും അതിലൂടെ ആ കുട്ടിക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന കരിയറുകളൊക്കെ ഒന്ന് പ്ലാൻ ചെയ്ത് കൊടുക്കുകയും ആ കുട്ടിക്കൊരു മെൻറ്ററിങ് കൊടുക്കുകയൊക്കെ ചെയ്യുന്നൊരു പ്രോഗ്രാമാണ് കരിയർ ഗൈഡൻസ് എന്ന് പറയുന്നത്. ഇന്നത്തെ കാലത്ത് വളരെ ആവശ്യമാണ് ഈ കാര്യങ്ങൾ. മാതാപിതാക്കളൊക്കെ വൈകാരികമായിട്ടാണ് കാര്യങ്ങൾ കാണുന്നത്. ഒരു കരിയർ ഗൈഡൻസിൻ്റെ ഗുണം അത് വസ്തുനിഷ്ഠമായ ഒരു കുട്ടിയെ അസസ് ചെയ്യുന്നു, ആ കുട്ടിക്കുള്ള പോസിബിലിറ്റീസിനെ മനസ്സിലാക്കുന്നു, അതുമായിട്ട് കണക്ട് ചെയ്യുന്നു, അതിനെ തുടർന്നും മെൻറ്റർ ചെയ്യുകയും ഹെൽപ്പ് ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു കുട്ടിക്ക് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ പോസിബിൾ ആകുന്നിടം വരെയുള്ളൊരു ഹെൽപ്പാണ് ഈ കരിയർ ഗൈഡൻസ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സമൂഹത്തിൽ ഉണ്ടാവണം. ഉണ്ടായാൽ മാത്രം പോരെ. ഇപ്പോൾ ഞാൻ 26 വർഷമായിട്ട് ഇങ്ങനെ ഒരു സർവീസ് കേരളത്തിൽ കൊടുക്കുന്ന ആളാണ്. പക്ഷെ അതാരും ഉപയോഗിക്കുന്നില്ല. ഉപയോഗിച്ചില്ലെങ്കിൽ അത്തരം സർവീസുകൾ ഉണ്ടാവില്ല, അത്തരം സർവീസുകൾ എൻകറേജ്ഡ് ആവുന്നില്ല. ഇവിടെ കരിയർ ഗൈഡൻസ് എന്നും പറഞ്ഞ് സ്കൂളുകളിലൊക്കെ വിളിക്കുന്ന ആരെയാണെന്ന് ചോദിച്ചാൽ ഏതെങ്കിലുമൊക്കെ കോച്ചിങ്ങിൻ്റെ, ഏതെങ്കിലുമൊക്കെ കച്ചവടത്തിൻ്റെയൊക്കെ പാർട്ടികളെ വിളിച്ചിട്ട് അവരെ കൊണ്ട് ക്ലാസ് എടുപ്പിച്ച് ആ കുട്ടികളെ മുഴുവൻ ആ കച്ചവടത്തിൻ്റെ ഇരയാക്കി കൊടുക്കുക. ഇതാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ടാണ് ജെനുവിൻ കരിയർ ഗൈഡൻസ് ഇല്ലാത്തതിൻ്റെ ഗതികേടാണ് ഈ സമൂഹത്തിൽ ഇത്രയധികം വിദ്യാഭ്യാസ തട്ടിപ്പുകൾ നടക്കുന്നത്. എല്ലാ കച്ചവടങ്ങളും ഇവിടെയാണ് ഗതിപിടി. അതുപോലെ വിദേശ രാജ്യത്തേക്ക് അങ്ങ് പോയി കഴിഞ്ഞാൽ അവിടെ എല്ലാം ഭയങ്കരമാണ്. ഏത് വിദേശ രാജ്യത്ത് എന്താണ് ഭയങ്കരമായിട്ടുള്ളത്? പോകുന്നതിൽ പകുതിയും അവിടെ എല്ലാം പോയി സ്ട്രഗിൾ ചെയ്യുകയാണ്. വളരെ കുറച്ച് പേരാണ് അവിടെയൊക്കെ പോയി രക്ഷപ്പെടുന്നത്. അവിടെയൊക്കെ പോയി രക്ഷപ്പെടണമെങ്കിൽ ആ രാജ്യത്ത് ആവശ്യമുള്ള തൊഴിൽ, ആ രാജ്യത്ത് ആവശ്യമുള്ള കോമ്പീറ്റൻസീസ്, ആ രാജ്യത്ത് ആവശ്യമുള്ള ഫീൽഡ്, ഇതൊക്കെ മനസ്സിലാക്കി നമ്മളെ ഓർഗനൈസ് ചെയ്ത് വിദേശത്തേക്ക് പോകണം. യു നീഡ് ഗൈഡൻസ് ഈവൻ ഫോർ ദാറ്റ്. അത് ഈ വിദേശത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്ന ഏജൻറ്റുമാർ ഒരിക്കലും പറഞ്ഞു തരില്ല. കാരണം അവർക്ക് കമ്മീഷൻ കിട്ടുന്നതാണ് അവർ നിങ്ങളിൽ വിൽക്കാൻ പോകുന്നത്. നേരെ മറിച്ച് നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ നിങ്ങൾ വസ്തുനിഷ്ഠമായിട്ട് ഇതിൻ്റെയൊക്കെ കോമ്പീറ്റൻസി ഉള്ള ആൾക്കാരുമായിട്ട് സംസാരിക്കണം. അത് നിങ്ങൾ കണ്ടുപിടിച്ചോ, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ റിസർച്ച് ചെയ്യും. ഇപ്പോൾ കാനഡയിൽ എന്താണ് ആവശ്യം, അത് വെറുതെ അങ്ങ് കാനഡയ്ക്ക് പോവല്ല. വെറുതെ അങ്ങോട്ട് ചെന്നാലൊന്നും അവിടെ ഒന്നും കിട്ടാൻ പോകണില്ല. പോയവരൊക്കെ അവിടെ കിടന്ന് സ്ട്രഗിൾ ചെയ്യാണ്, മെജോറിറ്റിയും സ്ട്രഗിൾ ചെയ്യാണ്. വെറുതെ ഓടിച്ചാടി വിദേശത്തേക്കൊന്നും പോകണ്ട. ഇവിടെ അങ്ങനെ ഉള്ള പ്രചരണങ്ങൾ തന്നെയുണ്ട്. കഴിഞ്ഞ ദിവസം ഒരാളോട് ഞാൻ സംസാരിച്ചു, കൺസ്ട്രക്ഷൻ ഫീൽഡിലുള്ള ഒരാളാണ്. ഞാൻ പുള്ളിയോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താ കുറച്ചുകൂടെ ഡൈവേഴ്സിഫൈ ചെയ്യുകയും കുറച്ചുകൂടെ ഈ ഫീൽഡിൽ ഇൻവെസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തുകൂടെയും ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇനിയും ഞാൻ കേട്ടത് ഇനിയും കേരളത്തിലൊന്നും ആരും കാണത്തില്ല, എല്ലാവരും അങ്ങ് വിദേശത്ത് പോയി, ഇവിടെ ഇനി ആർക്കും വീടും വേണ്ട, ഫ്ലാറ്റും വേണ്ട. ഇതൊക്കെ ഒരു ഷോർട്ട് ടേം ഫിനോമിനയാണ്. 5 കൊല്ലം കഴിയട്ടെ, ഈ പോക്കെല്ലാം അവസാനിക്കും. എവിടോട്ട് പോകാനാ മാത്രമാണോ? നമ്മുടെ രാജ്യത്ത് ധാരാളം പൊട്ടൻഷ്യലുണ്ട്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ യുവജനങ്ങളുള്ള രാജ്യമാണ്. ഈ യുവജനങ്ങൾക്ക് അടുത്തൊരു 50 കൊല്ലമെങ്കിലും ഈ രാജ്യത്ത് ജീവിക്കണ്ടേ? അപ്പോൾ ഇവിടെ സർവീസുകളും ഇവിടെ പ്രോഡക്റ്റുകളും പ്രൊഡക്ഷനും എക്കണോമിയൊക്കെ വളർന്നല്ലേ പറ്റുള്ളൂ. നാച്ചുറലായിട്ടും അതുണ്ടാവും. നമുക്ക് വെളിയിലൊന്നും അവസരങ്ങളില്ലെന്ന് കാണുമ്പോൾ നമ്മൾ ഇവിടെ തന്നെ കഷ്ടപ്പെടുകയും ഇവിടെ തന്നെ മാറ്റങ്ങൾ ഉണ്ടാക്കുകയും ഇവിടെ തന്നെ നമ്മൾ നിലനിൽക്കുകയും ചെയ്യും. അങ്ങനെയല്ലേ ഓരോ രാജ്യങ്ങളും മാറിയിട്ടുള്ളത്, ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അല്ല എല്ലാത്തിനും കിടന്ന് എല്ലാവരും കൂടെ വിദേശത്തേക്ക് ഓടിയിട്ടൊന്നും കാര്യമില്ല. പിന്നെ പ്രധാനമായിട്ടൊരു മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വിദേശത്ത് പോകുന്ന പല കുട്ടികളും അവിടുത്തെ വെറും നിലവാരമില്ലാത്ത യൂണിവേഴ്സിറ്റികളിലൊക്കെയാണ് പോയി പഠിക്കുന്നത്. അപ്പോൾ അവിടെയൊന്നും പഠിച്ചാൽ നിങ്ങൾക്ക് ഒരു ജോലിയും കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിക്കൊണ്ട്, കരിയർ എന്ന് പറയുന്നത് ചുമ്മാ അങ്ങ് കിട്ടുന്ന കാര്യമല്ല. കുറച്ച് പൈസ ഉള്ളതുകൊണ്ട് ഞാൻ വലിയ കോഴ്സുകൾ പഠിക്കും ഒരു കാര്യമില്ല. ഇപ്പോൾ MBBS എന്ന് പറഞ്ഞ് കുറേ കുട്ടികൾ പോകുന്നു. നല്ല കോമ്പീറ്റൻസി ഉള്ളവർ മാത്രം മെഡിസിന് വേണ്ടി പോയാൽ മതി. ഒരു നീറ്റിൻ്റെയൊക്കെ ടോപ്പ് റാങ്കിൽ നിൽക്കുന്നവർ, അതിൻ്റെ ഒരു എലിജിബിൾ റാങ്കിനകത്ത് നിൽക്കുന്നവർ മാത്രം പോയാൽ മതി. അല്ലാത്തവരെയൊക്കെ പൈസ കൊടുത്ത് തല്ലി കയറ്റി, അല്ലെങ്കിൽ വിദേശ രാജ്യത്ത് വിട്ട് MBBS പഠിക്കും. വിദേശ രാജ്യത്ത് MBBS പഠിക്കുന്ന കുട്ടികളിൽ 15% കുട്ടികളാണ് ഡോക്ടേഴ്സ് ആകുന്നത്, അല്ലെങ്കിൽ അതിനുള്ള ലൈസൻസിങ് എക്സാം പോലും പാസ്സാകുന്നത്. ബാക്കി കുട്ടികളൊക്കെ തോറ്റുപോവാണ്. അപ്പോൾ ഇതൊന്നും ഒരു സൊല്യൂഷനല്ല. കുറച്ചുകൂടെ എനിക്ക് പറയാനുള്ളത്, അവനവൻ്റെ കുട്ടികളെ ശരിക്കും മനസ്സിലാക്കുക. അവരുടെ കഴിവ് എവിടെയാണ്? ഒരു സെയിൽസ്മാൻ ആകാൻ കഴിവുള്ളതാണെങ്കിൽ അവൻ അങ്ങനെ പോട്ടെ, ഒരു സാമൂഹിക പ്രവർത്തകനാകാൻ കഴിവുള്ളവൻ അങ്ങനെ പോട്ടെ, ഒരു അധ്യാപകനാകാൻ കഴിവുള്ളവർ അങ്ങനെ പോട്ടെ, ഓരോ മേഖലയിലും കഴിവുള്ളവർ അങ്ങനെ പോട്ടെ. ഒന്നുമില്ല അവരെന്തെങ്കിലുമൊക്കെ ആകും. ഇതിവിടെ എന്താ നടക്കുന്നതെന്ന് ചോദിച്ചാൽ മെജോറിറ്റിയെ മാനസിക രോഗികളാക്കുകയാണ്. ബാക്കി കുറേ എണ്ണത്തിനെ ക്രിമിനൽസ് ആക്കുകയാണ്. ബാക്കി കുറേ എണ്ണത്തിനെ ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിക്കുകയാണ്. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഈ പരിപാടിയുടെ ഔട്ട്കം എന്ന് പറയുന്നത്. ബാക്കി കുറേ എണ്ണം ഫസ്ട്രേറ്റഡ് ആയിട്ട് അവസാനം വിദേശത്തേക്ക് പോകുന്നു. പോകുമ്പോൾ ഒരു കാര്യം ആലോചിക്കുന്നു, ലക്ഷക്കണക്കിന് രൂപയാണ് ഇവിടുന്ന് അങ്ങോട്ട് പോയി ഈ രാജ്യത്തു നിന്ന് അവർ കൊണ്ടുപോകുന്നത്. ഇതൊന്നും ഒരു സുസ്ഥിരമായ
കുട്ടികളുടെ ഡെവലപ്മെൻ്റ് അല്ല. ഇത്രയും പണം എടുത്തുകൊണ്ട് വിദേശത്തേക്ക് പോകുന്നു, പോയിട്ട് അവിടെ കിടന്ന് സ്ട്രഗിൾ ചെയ്യുകയാണ്. അപ്പോൾ ഇതെല്ലാം ഒരു നഷ്ടത്തിൻ്റെ കച്ചവടങ്ങളാണ്. അത്തരം അവസ്ഥകളിലേക്ക് കൂടുതൽ പോകാതിരിക്കുക, ചിന്തിക്കുക, കുറേ കൂടെ ചിന്തിക്കുക, കുറേ കൂടെ പഠിക്കുക, കുറേ കൂടെ മനസ്സിലാക്കുക. ഗൂഗിളിലൊക്കെ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ വളരെ ആദ്യം വരുന്നതൊക്കെ കച്ചവടക്കാരുടെ സൈറ്റുകളായിരിക്കും. ആ രീതിയിൽ അവരതിനെ ഓപ്റ്റിമൈസ് ചെയ്താണ് ഇട്ടേക്കുന്നത്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് അതിൻ്റെ ഒന്നും പുറകിന് ഓടരുത്. ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യാൻ പഠിക്കണം, റിസർച്ച് ചെയ്യാൻ പഠിക്കണം. ഇല്ലെങ്കിൽ അറിവുള്ളവരുടെ അടുത്ത് പോവുക. ഒരു കരിയർ ഗൈഡൻസിന് പോയാൽ നിങ്ങൾക്ക് 1000-2000 രൂപയാണ് നഷ്ടം വരുന്നത്. പക്ഷേ നിങ്ങളത് പോകാതിരുന്നതുകൊണ്ട് നഷ്ടം വരുന്നത് 20-50 ലക്ഷമാണ്. ഇതൊന്ന് ആലോചിച്ച് നോക്ക്. പലരും പേരൻസിനൊന്നും ഗൈഡൻസിന് പോകാൻ ഇഷ്ടമില്ല. കാരണം അവരെന്തൊക്കെയോ ധരിച്ചു വെച്ചിട്ടുണ്ട്, അതിനി പോയാൽ മാറിപ്പോവല്ലോ എന്ന് വെച്ചിട്ടാണ് പോകാത്തത്. ഫാമിലി ആയിട്ട് തന്നെ നല്ല ഗൈഡൻസ് ഒക്കെ എടുക്കുക. ഇതാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. കാരണം ഒരുപാട് കുട്ടികൾ എന്നെ കഴിഞ്ഞ ദിവസം ഒരു കുട്ടി ബാംഗ്ലൂരിൽ ഒരു കോഴ്സിൻ്റെ കാര്യം, സത്യം പറഞ്ഞാൽ ആ കോഴ്സൊക്കെ യാതൊരു സാധ്യതയില്ലാത്തൊരു കോഴ്സാണ്. സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലെ ഒരു ഹയർ സെക്കൻഡറി വിദ്യാലയത്തിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. ടീച്ചർ പറഞ്ഞിട്ടാണ് എന്നെ വിളിച്ചത്. യാതൊരു കാര്യമില്ലാത്തൊരു കോഴ്സ്. അതൊക്കെ പഠിക്കാനായിട്ട് 10,000 രൂപ അഡ്വാൻസും കൊടുത്തിട്ടിരിക്കുകയാണ്. വേറൊരാൾ ഇന്ന് വിളിച്ചു, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബാംഗ്ലൂരിൽ പഠിക്കാൻ പോയി സാറേ, ഫസ്റ്റ് ഇയർ പഠിച്ചപ്പോൾ ഒന്നും മനസ്സിലാകുന്നില്ല, ഇട്ടിട്ടിഞ്ഞ് പോകുന്നു, ഇനി എന്താ ചെയ്യേണ്ടത്. വേറൊരു കുട്ടിയുടെ കാര്യം, വിദേശ രാജ്യത്ത് MBBS പഠിക്കാനെന്നും പറഞ്ഞു പോയി. ഒരു കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പോൾ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റാണ്, മാനസിക രോഗത്തിന് ട്രീറ്റ്മെൻറ്റാണ്. ഇങ്ങനെയൊക്കെ ഓരോ കേസുകൾ കാണുന്നതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. ഒരുപാട് ആൾക്കാരാണ് വിളിക്കുന്നത്, ഒരുപാട് പേരുമായിട്ട് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു. ഇതിൽ നിന്നൊക്കെ ഞാൻ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ ഒരാളെയും കൂടെ എങ്കിലും രക്ഷിക്കാൻ കഴിയുമെങ്കിൽ അതിനുവേണ്ടി ഇൻഫർമേഷൻ ഉപയോഗിക്കുന്നു എന്നേ ഉള്ളൂ. എല്ലാവർക്കും നല്ല ആരോഗ്യപരമായി ചിന്തിച്ച് ഡോക്ടർ ആകേണ്ട കുട്ടികളാവട്ടെ, എഞ്ചിനീയർ ആകേണ്ടവരാകട്ടെ, ഓരോ മേഖലയിലും പോകേണ്ടവർ, അതിൻ്റെ ഫിറ്റ്നസ്, അതിന് ഇൻ്റലക്ച്വൽ ഫിറ്റ്നസ് വേണം, മെൻ്റൽ ഫിറ്റ്നസ് വേണം, സ്കിൽ ഫിറ്റ്നസ് വേണം. പിന്നെ വർഷങ്ങൾ പഠിക്കേണ്ട മേഖലയിലൊക്കെ ആണെങ്കിൽ അത്രയും കാലം പഠിക്കാനുള്ള ഒരു അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ വേണം. ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ രംഗത്തൊക്കെ പോയി വിജയിക്കാൻ പറ്റുള്ളൂ. എല്ലാവർക്കും നല്ല കരിയർ ആശംസിക്കുന്നു. ഹാപ്പി ലിവിങ്. താങ്ക് യു.